ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓട്സ് കൊണ്ടുള്ള ഒരു ഓംലെറ്റാണ്. അതിന് ഇങ്ങനെ ഒരു കപ്പിന് ഒരു കപ്പ് ഓട്സ് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ക്രീമി ഓട്സ് എന്ന് പറയുന്നത് സഫോള ഓട്സ്. ഈ ഓട്സാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. ഏത് ഓട്സ് ആയാലും കുഴപ്പമില്ല. ഇനി ഓട്സ് അളന്ന് അതേ കപ്പിന് തന്നെ ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഒരു കപ്പായി, അപ്പോൾ 1.5 കപ്പായി. ഈ ഓട്സിൽ ഒഴിച്ച് ഒന്ന് ഇളക്കി വയ്ക്കുക. ഇതവിടെ ഇരുന്ന് കുതിരട്ടെ, ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി അതിനുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഓട്സിൽ പാലൊഴിച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഓട്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകൾ കൂടി ചേർക്കുക. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതിൽ ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളാണ്. പച്ചമുളകൊക്കെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഞാനിവിടെ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 മുട്ട, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു പിടി തേങ്ങ തിരുമിയതുണ്ട്, അതും കൂടി ചേർക്കാം. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം. ഇപ്പം നമുക്ക് ക്യാരറ്റോ ക്യാബേജോ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അന്നേരം ഒരു നല്ല കളർ കിട്ടും. നല്ല മഞ്ഞ കളറായിരിക്കും. അതിന് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പോർക്ക് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരണം. വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ എന്ത് വേണോ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒഴിക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഹെൽത്തി ആവാനും വേണ്ടിയിട്ട് തക്കാളിക്ക മുറിച്ചത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ നല്ല ഒരു അട്രാക്ഷനായിരിക്കും. ഈ തക്കാളിക്കയും കൂടെ ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കുക. കാണുമ്പോൾ ഒരു പിസ്സയുടെ ഷേപ്പൊക്കെ ആയിട്ടിരിക്കും. ഇനി അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിക്കുക. ഇപ്പം ഒരു വശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഓംലെറ്റും മറിച്ചിട്ട് വേവിക്കാൻ വച്ചിരിക്കുകയാണ്. ഇങ്ങനെ മറിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കണം. അപ്പോൾ അടിവശം എല്ലാം വെന്ത് വരും. അന്നേരം നമുക്ക് എടുക്കാം. അങ്ങനെ എഗ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഓട്സും മുട്ടയും വെജിറ്റബിൾസും എല്ലാം ചേരുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഹെൽത്തിയാണ്.
കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ നമുക്കത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പ്ലീസ്. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.